ഡിസംബർ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ്. ഇന്ന് ഇവിടുത്തെ ബെൽജിയത്തിലെ ടെമ്പറേച്ചർ 34 ഡിഗ്രിയാണ്. ബെൽജിയം ഗവൺമെൻറ് ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ചൂട് കാരണം. അങ്ങനെ ഇരിക്കുന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടും കൃഷി സ്ഥലങ്ങളുമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. പുതിയൊരു വീഡിയോയിലേക്ക്, ഈ ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചെന്ന ഉടനെ ഞങ്ങളെല്ലാവരും ചൂടിൻ്റെ കാഠിന്യം മൂലം പൂളിലേക്ക് അങ്ങ് ചാടി. അങ്ങനെ കുറേ നേരം ആ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ കിടന്നു. ചൂടിൻ്റെ കാഠിന്യം മൂലമായിരിക്കാം ആദ്യമായി വെള്ളത്തിലിറങ്ങിയ എൻ്റെ ഇളയ മകള് നന്നായി എൻജോയ് ചെയ്തു. ഇത് അവരുടെ വീടിന് പുറകിലുള്ള ഒരു പറമ്പാണ്. ഇപ്പോൾ കൃഷിയൊന്നും ചെയ്യുന്നില്ല, എന്നാലും പുല്ലൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടേക്കുന്നു. ഇനി ഈ വീട്ടിലുള്ള കുറച്ച് അംഗങ്ങളെ പരിചയപ്പെടാം. അംഗങ്ങളെന്ന് പറയുന്നത് വാഹനങ്ങളാണ് കേട്ടോ. ഇത് 50 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഫോർഡിൻ്റെ ഒരു ട്രാക്ടറാണ്. പറമ്പ് നിരത്താനും പുല്ല് ഉരുട്ടി അത് ലോറിയിൽ കയറ്റാനും അങ്ങനെ പല കാര്യങ്ങൾക്കും ഇവനെ ഉപയോഗിക്കുന്നു. ഇവനിപ്പോഴും സൂപ്പറാണ്. ബെൽജിയത്തിലെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന സ്ഥലങ്ങളൊന്നും കാട് പിടിച്ച് കിടക്കാൻ പാടില്ല. അതിനാൽ തന്നെ അത് വെട്ടി നന്നാക്കി പരിപാലിക്കുന്നു. ദേണ്ട കിടക്കുന്ന മറ്റൊരു മുതൽ പോർഷയുടെ 1988 മോഡൽ 991G കരേര എന്ന് പറയുന്ന സ്പോർട്സ് കാർ. സോഫ്റ്റ് ടോപ്പാണ്, പവർഫുള്ളാണ്, ഇപ്പോഴും ഓടും. നല്ല കണ്ടീഷൻ വണ്ടി. ആ വീട്ടിലെ അങ്കിള് നല്ല പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന നല്ല ഉശിരൻ വണ്ടി. പോർഷയോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞനാണെങ്കിലും ഇവനും പവർഫുള്ളാണ്. 1969 മോഡൽ ഫിയറ്റിൻ്റെ 500L എന്ന് പറയുന്ന മോഡലാണിത്. 4 പേർക്ക് യാത്ര ചെയ്യാം. ബൈക്ക് എഞ്ചിനുള്ളതാണ്. 2 സിലിണ്ടർ എഞ്ചിനാണ്. 18 HP ആണ് അവൻ്റെ പവർ. ഫോർ സ്പീഡ് ഗിയർ ബോക്സ്, ഡബിൾ ക്ലച്ച്, സൺറൂഫ്, ഇതൊക്കെയാണ് ഇവൻ്റെ മെയിൻ. ഇത്രയും പഴക്കം ചെന്നെങ്കിലും ഇതിൻ്റെ ഡാഷ്ബോർഡിൽ കാണുന്ന അനലോഗ് ക്ലോക്ക് അതിപ്പോഴും വർക്കിംഗ് ആണ്. എന്നെ അതിശയിപ്പിച്ച കാര്യം അതാണ്. സൺറൂഫ് എന്ന് പറയുന്നത് പുതിയ വണ്ടികളിലെ പോലെ ഗ്ലാസ് അല്ല, പണിത തന്നെയാണ്. ഇതിൻ്റെ സീറ്റും അപ്പോൾസറിയും ഡോർപാടും ഒക്കെ അങ്കിൾ ഈയിടെ പുതിയ റെക്സിനൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിരിക്കുന്നതാണ്. 12 ഇഞ്ചാണ് ഇതിൻ്റെ വീൽ സൈസ്. ഈ വീട്ടിലെ മറ്റൊരു കഥാപാത്രമാണ് ആ കുതിര. അവനങ്ങനെ പുല്ല് തിന്ന് പറമ്പിക്കോടെ നടക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും അങ്കിളിന് പുതിയ വണ്ടികളുമുണ്ട്. എന്നാലും ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ.
എന്നാൽ ഈ വീട്ടിൽ കണ്ട ഏറ്റവും കൗതുകം തോന്നിയ ഒരു കഥാപാത്രം, ഞാനിങ്ങനെ ഒരു വസ്തു ആദ്യമായി കാണുകയാണ്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം. സ്വിമ്മിംഗ് പൂളിൻ്റെ അടിവശം അല്ലെ അകം ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലീനറാണിത്. ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് പുറത്ത് ഇരിപ്പുണ്ടെങ്കിലും ഈ ക്ലീനർ വെള്ളത്തിനടിയിൽ കൂടി ഇങ്ങനെ ഓടി നടന്ന് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ ഇവനെ പുറത്തെടുത്ത് ഇവൻ്റെ ഫിൽറ്ററിൽ നിന്ന് അഴുക്ക് നമ്മൾ നീക്കം ചെയ്യണം. ചെറിയൊരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.